ഹായ് ഹലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ 21 ദിവസത്തെ വെയിറ്റ് ലോസ് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിന്റെ വീഡിയോസുമായിട്ടാണ്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് ലോങ് വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇതിലപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം അവോയ്ഡ് ചെയ്യണം, പിന്നെ എത്രത്തോളം നമ്മൾ പോർഷൻസ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയറിന് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും കുറച്ചായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്റെ ഒരാഴ്ചത്തെ ഡയറ്റ് പ്ലാൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ കഴിക്കുന്നത് എന്തൊക്കെ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഷുഗർ, അതായത് പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ 2 സ്പൂൺ പഞ്ചസാരയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 1.5 സ്പൂൺ ആക്കുക. ഓക്കെ, അപ്പോ ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ചായയിലാണെങ്കിലും കട്ടനിലാണെങ്കിലും ഞാൻ കട്ടൻ കുടിക്കുന്ന ആളാണ്. ചായ അത്ര മത്തില്ല, അല്ല ഇഷ്ടമല്ല, എന്നാലും കിട്ടിയാൽ കുടിക്കും അങ്ങനെ. അപ്പൊ കട്ടൻ ചായയിൽ ഒരു ഗ്ലാസ്സിൽ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കലക്കി കുടിച്ച ഒരാളാണ് ഞാൻ. അത്രത്തോളം എനിക്ക് മധുരം വേണം. ചിലപ്പോൾ അതിൽ കൂടുതലും കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മധുരം വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കിട്ടിയാൽ ഞാൻ കുടിക്കും, കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരാളായി മാറിയിട്ടുണ്ട് ഞാനിപ്പോ. അപ്പം അത് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് ഷുഗർ ഫുള്ള് കട്ട് ചെയ്തു അങ്ങനൊന്നും അല്ല. കുറച്ച് ഇതുപോലെ 2 സ്പൂൺ എന്നുള്ളത് 1.5 ആക്കി, പിന്നെ 1 ആക്കി, പിന്നെ 1/2 ആക്കി, പിന്നെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ടില്ല, കിട്ടിയാൽ കുടിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് പഞ്ചസാരയിട്ട് കട്ടൻ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കുടിക്കും അങ്ങനെ. അപ്പൊ പിന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചോറ് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ഞാൻ പക്ഷെ കുറച്ച് 2 തവി ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് 1.25 ആക്കി, പിന്നെ അതൊരു 1.5 ആക്കി. ഇപ്പം ഏകദേശം ആ ഒരു 1.5 ആ ഒരു റേഞ്ചിലാണ് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാം. അപ്പൊ നമുക്ക് ചോറ് കഴിക്കുന്നതിന്റെ ആദ്യം വെജിറ്റബിൾസ് കഴിക്കാം. അപ്പൊ പിന്നെ ചോറ് കഴിക്കുമ്പോഴത്തേക്കും അതിനെ കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡില് നമ്മൾ പച്ചക്കറി ഒരുപാട് ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, നെല്ലിക്ക നമ്മുടെ ഹെയർ കെയറിന് ഏറ്റവും അടിപൊളി ബെസ്റ്റ് ആയിട്ടാണ് നെല്ലിക്ക നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഞാൻ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ പച്ചക്കറി കഴിക്കാറുണ്ട്. അച്ചാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് ക്രേവിങ്സ് വരും അച്ചാർ കഴിക്കണം എന്നുള്ളത്. ഈ കഞ്ഞിവെള്ളത്തിൽ അച്ചാർ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഓടിപ്പോകും, കുറച്ച് കുടിക്കുക അങ്ങനെ. അത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ വലിയ ഉപ്പോ അല്ലെങ്കിൽ ഓവറായിട്ട് ഓയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഫുഡിൽ ഇഞ്ചി, ജീരകം, പിന്നെ അതുപോലെ തന്നെ തൈര്, ഇത് 3ഉം മെയിൻ ആയിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. ഞാൻ ഇഞ്ചി ഇട്ട വെള്ളമാണ് കുടിക്കാറ് കൂടുതലും, പിന്നെ ജീരകവും ഇട്ട വെള്ളം കുടിക്കാറുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതും അവോയ്ഡ് ചെയ്യേണ്ടതും. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത് ഞാൻ പേപ്പറിൽ എഴുതിയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് ഞാൻ മറന്നു പോകരുതല്ലോ, അതുകൊണ്ട്. അപ്പൊ അതിന് എന്ന് പറയുമ്പോഴത്തേന് രാവിലെ നമ്മൾ വീട്ടിൽ എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നത്? ഞാൻ ചിലപ്പോൾ അപ്പമായിരിക്കും, ദോശയായിരിക്കും, പുട്ടായിരിക്കും, അങ്ങനെ ചിലപ്പം ഉപ്പുമാവായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് എന്താണ് ഉണ്ടാക്കുന്നത്? ഇപ്പം ഇന്ന് ഇഡലിയാണെന്നുണ്ടെങ്കിൽ നാളെ ദോശയായിരിക്കും. അപ്പൊ ഇന്ന് ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അരിക്ക് പകരം ഒരു 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി അല്ലെങ്കിൽ മുത്താറി തന്നെ കഴുകി നമ്മൾ അതിന്റെ വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് അരച്ച് വെള്ളം മാറ്റിക്കളഞ്ഞിട്ട് അതിന്റെ മറ്റുണ്ടല്ലോ അതാണ് നമ്മൾ എടുക്കാറ്. അപ്പം അത് പിന്നെ ഉഴുന്ന്, പിന്നെ കുറച്ച് ചെറുപയർ, ഇത്രയും കൂടി ചേർത്തിട്ടാവും ഞാൻ ദോശക്കാണെങ്കിലും ഇഡലിക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി കഴിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതും ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ കടലക്കറി, ചെറുപയർ കറി, ഗ്രീൻ പീസ് കറി, പിന്നെ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ കറി, പിന്നെ അല്ലെങ്കിൽ വെജിറ്റബിൾസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും രാവിലത്തെ കറി ഐറ്റംസ്. അപ്പൊ ഈ രാവിലെ ഇപ്പം കടലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കടല മാറ്റി വെക്കും. അത് ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്ത് കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ബാക്കി കഴിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ രാവിലത്തെ ഫുഡായി. പിന്നെ രാവിലെ എണീറ്റ ഉടനെ ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം നമ്മൾ ഇഞ്ചി, ജീരകം, പട്ട, ഇതില് ഏതെങ്കിലും മഞ്ഞൾപ്പൊടി, ഇതിൽ ഏതെങ്കിലും 2 കോമ്പിനേഷൻ ആയിരിക്കും ഞാൻ വെള്ളം തിളപ്പിച്ച് കുറച്ച് ചെറിയ ചൂടിൽ ഫ്ലാസ്കിൽ തലേ ദിവസം അടച്ചു വെച്ചേക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ എണീച്ച് വന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ ഈ വെള്ളമാണ് കുടിക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. പിന്നെ എന്താ പറയാ, പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ഇതിന് ഈ ഉച്ചയ്ക്കും രാവിലെ ഞാൻ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചിലപ്പോൾ വിശക്കാറില്ല. ഇനി അഥവാ വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു ക്യാരറ്റിന്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു കുക്കുംബറിന്റെ പകുതിയോ വല്ലതും ചിലപ്പോൾ കഴിക്കും. ചിലപ്പോൾ ഉറപ്പില്ല, എനിക്ക് വിശപ്പാണെന്നുണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ചോറ്, എന്താണോ വീട്ടിലുണ്ടാക്കുന്ന കറി, ഇപ്പൊ സാമ്പാറാണെന്നുണ്ടെങ്കിൽ സാമ്പാർ, അങ്ങനെ കറി, ഉപ്പേരി, അതിന്റെ കൂടെ കുറച്ച് തൈരും, പിന്നെ ഈ ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ കുറച്ച് ഈ നമ്മുടെ വറ്റൽ മുളക് വറുത്തിട്ട് പൊടിച്ചതിന്റെ കുറച്ച്, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്, ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു സാലഡ് പോലെ ആക്കിയിട്ട് അത് കഴിക്കും. വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് എന്തെങ്കിലും പച്ചക്കുള്ള വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ ആഡ് ചെയ്യും. സവോള ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ തക്കാളി ഒന്നും കഴിക്കാറില്ല, എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല, അതൊന്നും കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ ഇത്രയായിരിക്കും ഉച്ചത്തെ ഫുഡ്.
പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം ഞാൻ ചായ കുടിക്കാറില്ല. ചായ കുടിക്കും, പക്ഷെ എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കട്ടനോ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാം. നോർമലി എല്ലാ ദിവസവും അങ്ങനെയാണ്. പക്ഷെ ഈ 3 ദിവസവും ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. ഓക്കെ, കട്ടൻ കുടിക്കും, പഞ്ചസാര ഇടാണ്ട് ഒരു ദിവസം കട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു 7 മണിയൊക്കെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനാണ് ഫുഡ് കഴിച്ച് നിർത്തും. ചിലപ്പോൾ 6 മണിക്ക് നിർത്തും, ചിലപ്പോൾ 7 മണിക്ക് നിർത്തും. അത് എന്റെ ടൈമിങ്ങിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതും എന്താ പറയാ, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ സാലഡ് പോലെ എന്തെങ്കിലും കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും. അതിന്റെ കൂടെ ചിലപ്പോൾ നമ്മുടെ കക്കരിക്ക അരിഞ്ഞിട്ട് അതിന്റെ കൂടെ ഇഞ്ചിയും പിന്നെ എന്താ കുറച്ച് ഒരു നുള്ളിന് ഉപ്പും ഒരു നുള്ളിന് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കും. അപ്പം അരച്ചതിന് അതിന് നമ്മൾ ജ്യൂസ് പോലെ ആക്കിയിട്ട് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് കുടിക്കും. ചിലപ്പോൾ അതിന്റെ കൂടെ നെല്ലിക്ക ഇടും, ചിലപ്പം കുറച്ച് കറിവേപ്പിന്റെ ഇല ഇടും. അത് എന്റെ കയ്യിൽ അവൈലബിൾ ഉള്ളത് പോലെ ഞാൻ അങ്ങനെ കുടിക്കാറുണ്ട്. ഓക്കെ, അപ്പം നൈറ്റ് ഫുഡ് ഇതാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് ചോറ് കഴിക്കണം എന്നുള്ളൊരു ഇത് വരികയാണ്, കഴിച്ചേ പറ്റുമോ അങ്ങനെ ഒരു തോന്നലും സാഹചര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിക്കും, പക്ഷെ കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കും. ഇനി അടുത്ത് പറയുന്നത് ടൈമാണ്. ഞാനിപ്പോൾ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 9 മണി തൊട്ട് 7 മണി വരെ ആയിരുന്നു. അപ്പൊ എനിക്ക് 9 മണിക്ക് കറക്റ്റ് എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് ടൈം പഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനൊന്ന് റീഷെഡ്യൂൾ ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7 മണിക്ക് രാത്രി ഫുഡ് കഴിക്കുന്ന ദിവസം പിറ്റേ ദിവസം ഞാനത് രാവിലെ 10:30 തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുപോലെ നേരത്തെ കഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 6 മണിക്കോ 5 മണിക്കോ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ 9:30 ഫുഡ് കഴിക്കാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു മണിക്ക് 2 മണിക്ക് ഇടയിലാണ് ഞാൻ കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ എനിക്കത് 2 മണി എന്നുള്ള ചിലപ്പോൾ 2:30 ആവാറുണ്ട്. ചിലപ്പം ഇതിനുള്ളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ ഈ 1 മണി തൊട്ട് 2 മണി വരെ അതിന്റെ ഇടയിലാണ് ഫുഡ് കഴിക്കാറ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഏത് ഫുഡ് കഴിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ കുറച്ചു നേരം നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. നിൽക്കുകയല്ല, നടക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരം നടക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോഡീന്റെ അനുസരിച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും. ഞാൻ കുറച്ചു നേരം ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കിടക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടിന്റെ കാര്യമാണ്. പിന്നെയെന്ന് പറയുന്നത് വർക്കൗട്ടിന്റെ കാര്യമാണ്. വർക്കൗട്ടിന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. രാവിലെ ഞാൻ എണീക്കുമ്പോഴും ഒന്നും ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാവിലെ എണീക്കുന്നു, ഫ്രഷ് ആകുന്നു, വെള്ളം കുടിക്കുന്നു, ഹൈഡ്രേറ്റ് ആയിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ 10:30 കഴിക്കാൻ ഈ 9:30 അല്ലെങ്കിൽ 10:30 എന്നുള്ളൊരു ടൈം ആക്കിയത് 10 മണിക്ക് ആക്കാനാണ് കറക്റ്റ് ഇഷ്ടം. പക്ഷെ എനിക്ക് ആ ഒരു ടൈം ആക്കാൻ പറ്റാത്തതും എന്റെ മോൻ അംഗനവാടിയിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ വർക്കൗട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഈ വർക്കിങ്ങിന്റെ വീഡിയോ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ 3 നടന്നിട്ടാണ് കൊണ്ടുവന്നാക്കല് അംഗനവാടിയിൽ. അപ്പൊ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ തിരിച്ച് നടന്നു പോരും. പിന്നെ വൈകുന്നേരം അതുപോലെ നടക്കാൻ പോകും, പിന്നെ അതുപോലെ തിരിച്ചു വരും. അപ്പൊ ഇതാണ് എന്റെ നടത്തം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ അതിൽ ഞാൻ കൗണ്ട് ചെയ്യാറില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ അല്ലാതെ നടക്കാറുണ്ട്. അപ്പൊ ഇതാണ് മെയിൻലി എന്റെ വർക്കൗട്ട് എന്ന് പറയാം. വർക്കൗട്ട് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല, എന്നാലും ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്തൊക്കെ കഴിക്കണം, ഞാൻ എന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ള കാര്യമായി ടൈമിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്യുന്ന എക്സസൈസോ അങ്ങനെയുള്ള വർക്കൗട്ടിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടൊന്നും അറിയില്ല. ഫുഡ് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെന്താ ഹെയർ കെയറിൽ ഞാൻ ഒന്നര വിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ വീഡിയോയില് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഹെയർ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ടൈമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഹെയർ കെയറിന്റെ എല്ലാവരും മാക്സിമം ചലഞ്ചിൽ പങ്കെടുക്കാൻ നോക്കുക. എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഈ നടക്കുന്നതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുക. എനിക്ക് എന്റെ ടൈമും പിന്നെ എന്റെ കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്ന് ആഡ് ചെയ്യുന്നത്. പറ്റുന്നത് പോലെ ഞാൻ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെ വളരെ പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നാളെ മുതൽ നമുക്ക് ഹെയർ കെയറിന്റെ ഷോർട്സും വെയിറ്റ് ലോസിന്റെ ഷോർട്സും കാണാം. പിന്നെ ഹെയർ കെയറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലോങ് വീഡിയോ വരുന്നുണ്ട്, അതെല്ലാവരും കാണണം. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.